ഷുക്കൂർ കേസിൽ സിബിഐക്ക് തിരിച്ചടി. കേസിൽ സിബിഐയുടെ അനുബന്ധ കുറ്റപത്രം കോടതി അംഗീകരിച്ചില്ല. തലശ്ശേരി സെഷൻസ് കോടതി കുറ്റപത്രം മടക്കി അയച്ചു. കേസ് എറണാകുളം സിബിഐ കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിയ, ഷുക്കൂർ കേസിൽ സിബിഐക്കും അതോടൊപ്പം തന്നെ ഈ കേസിൽ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെയും ടി.വി. രാജേഷിനെതിരെയും പ്രതി ചേർക്കാൻ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കത്തിനും ഏറ്റിട്ടുള്ള കനത്ത തിരിച്ചടിയാണ് ഇന്ന് തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സിബിഐ സമർപ്പിച്ച കുറ്റപത്രം, അനുബന്ധ കുറ്റപത്രം തലശ്ശേരി സെഷൻസ് കോടതി ജഡ്ജി ടി. ഇന്ദിര മടക്കി അയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ്, ഈ ഷുക്കൂർ കേസിന്റെ വിചാരണ എറണാകുളം സിജെഎം കോടതിയിലേക്ക് മാറ്റണം എന്നതുൾപ്പെടെയുള്ള സിബിഐയുടെ എല്ലാ ആവശ്യങ്ങളും കോടതി തള്ളിക്കളഞ്ഞു. സിബിഐ ഈ കേസിൽ സ്വീകരിച്ചിട്ടുള്ള നടപടി ക്രമങ്ങൾ, അതായത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയും ജുറിഡിക്ഷൻ മനസ്സിലാക്കാതെയുമാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത് എന്നുള്ള നിരീക്ഷണത്തോടു കൂടിയാണ് കോടതി ഈ അനുബന്ധ കുറ്റപത്രം തള്ളിക്കളഞ്ഞത്. ഏതായാലും വലിയ തിരിച്ചടിയെ തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ സിബിഐക്കും അതോടൊപ്പം തന്നെ ഈ പി ജയരാജനെയും ടി.വി. രാജേഷിനെയും പ്രതി ചേർത്ത് നടന്നിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയവർക്കെതിരെയും കിട്ടിയിട്ടുള്ള വലിയ തിരിച്ചടി തന്നെയാണ് ഇത് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ കുറ്റപത്രം, അതായത് സിബിഐ സമർപ്പിച്ചിട്ടുള്ള അനുബന്ധ കുറ്റപത്രം, ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ചേരുന്ന വിധത്തിലുള്ള ഒരു അന്വേഷണമായിരുന്നില്ല സിബിഐ നടത്തിയത്. കാരണം ടി.വി. രാജേഷിനും പി ജയരാജനും എതിരെ ഗൂഢാലോചന വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു തെളിവുകളും ഒരു സാക്ഷികളും ഇല്ലാതെയാണ് അനുബന്ധ കുറ്റപത്രം തലശ്ശേരി കോടതിയിൽ സിബിഐ സമർപ്പിച്ചത്. നേരത്തെ പോലീസ് കുറ്റപത്രത്തിൽ, അതായത് സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തി തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള സാക്ഷികളും അതോടൊപ്പം തന്നെ തെളിവുകളും മാത്രമാണ് സിബിഐയും ഈ അനുബന്ധ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കേസിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നേരത്തെ UDF സർക്കാരിന്റെ ഭരണകാലത്താണ് സംസ്ഥാന പോലീസ് ഈ അന്വേഷണം നടത്തിയത്. അന്ന് പോലീസ് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പി ജയരാജനെതിരെയും ടി.വി. രാജേഷിനെതിരെയും ഗൂഢാലോചന കുറ്റം ചുമത്താൻ പറ്റുന്ന ഒരു തെളിവുകളും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് പോലീസ് ഗൂഢാലോചന കുറ്റം ചുമത്താതിരുന്നത്. എന്നാൽ സിബിഐ ചെയ്തതാകട്ടെ ഈ സമാനമായിട്ടുള്ള, അതായത് പോലീസ് കണ്ടെത്തിയ തെളിവുകളും സാക്ഷികളെയും മാത്രം ദുർബലമായിട്ടുള്ള ഈ തെളിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുവർക്കുമെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തുകയും ആ കുറ്റപത്രം തലശ്ശേരി കോടതിയിൽ സമർപ്പിക്കുകയുമാണ് ചെയ്തത്. ഇതിന് പിറകിൽ മറ്റു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് ഈ അനുബന്ധ കുറ്റപത്രം ആദ്യം എറണാകുളം സിജെഎം കോടതിയിലാണ് സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ സിജെഎം കോടതി ആ കുറ്റപത്രം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സിബിഐ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടിയിരുന്നത് ഹൈക്കോടതി പോയി ആ ഉത്തരവ് വാങ്ങിയതിനു ശേഷം ബന്ധപ്പെട്ട ജുഡിഷ്യന് കീഴിലുള്ള ഇത് സമർപ്പിക്കുകയായിരുന്നു. പക്ഷേ അതിന് സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കം എന്നുള്ള രീതിയിലാണ് ധൃതി പിടിച്ച് ഈ കുറ്റപത്രം തലശ്ശേരി കോടതിയിൽ സമർപ്പിക്കുകയും അത് ഒരു ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത്. അത്തരത്തിൽ നടത്തിയിട്ടുള്ള ഒരു നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയാ കൂടിയാണ് ഇന്ന് തലശ്ശേരി കോടതിയിൽ നിന്നും ഉണ്ടായത്. പ്രിയ, സന്തോഷ്, ഇത്തരത്തിൽ കുറ്റപത്രം തലശ്ശേരി കോടതി മടക്കിയ സാഹചര്യത്തിൽ ഇനി ഏത് രീതിയിലുള്ള നടപടിയുമായി മുൻപോട്ട് പോകാനായിരിക്കും സിബിഐയുടെ നീക്കം? സ്വാഭാവികമായും സിബിഐക്ക് മുന്നിലുള്ള പോംവഴി എന്ന് പറയുന്നത് ഈ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്നും ഏത് കോടതിയിലാണ് കുറ്റപത്രം ഇനി സമർപ്പിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു വ്യക്തത വരുത്തുകയുമാണ് ചെയ്യേണ്ടത്. ഈ രണ്ട്, അതായത് ഈ ഷുക്കൂർ കേസുമായി ബന്ധപ്പെട്ട പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രം, ആ കേസും സിബിഐ അന്വേഷിച്ച ഗൂഢാലോചന കേസും ഏത് കോടതിയിൽ വിചാരണ നടക്കണം, സമർപ്പിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ് വേണ്ടത്. നേരത്തെ സിബിഐ ചെയ്യേണ്ടിയിരുന്ന കാര്യം തന്നെയായിരുന്നു ഇത്. എന്നാൽ അതിന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സിബിഐ അത് നടപടിയിലേക്ക് നീങ്ങാതിരുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം, ഹൈക്കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങുമ്പോഴേക്കും അത് കൂടുതൽ സമയം അക്കാര്യത്തിൽ വേണ്ടിവരും. അപ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളവ കഴിയുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഈ അനുബന്ധ കുറ്റപത്രം ആയി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരും. ഈ
ഒരു ഹൈക്കോടതിയിൽ സ്വീകരിക്കേണ്ട ആ നിയമ നടപടി, ആ ഒരു പ്രൊസീജിയർ നേരെ മറികടന്നുകൊണ്ടാണ് ഇത് തിടുക്കത്തിലുള്ള ഒരു തീരുമാനവുമായി CBI തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് വന്നത്. ആ നീക്കത്തിനാണ് ഇപ്പോൾ തിരിച്ചടി തലശ്ശേരി കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. CBI മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ വാദങ്ങളും കോടതി തള്ളിക്കളഞ്ഞു. ഒരു വാദം പോലും അംഗീകരിക്കാൻ തയ്യാറായില്ല. നിങ്ങൾ ജുറിഡിക്ഷൻ മനസ്സിലാക്കിയതിനു ശേഷം ബന്ധപ്പെട്ട സ്ഥലത്ത് ഇത് സമർപ്പിക്കൂ എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് CBI നൽകിയിട്ടുള്ള ഈ അനുബന്ധ കുറ്റപത്രം കോടതി തള്ളിക്കളഞ്ഞു. മറ്റൊന്ന് ചർച്ചയിൽ വരുന്ന വിഷയം ഈ കുറ്റപത്രത്തിന്റെ മെറിറ്റ് സംബന്ധിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ചത് എല്ലാ നിയമ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഷുക്കൂർ, കേസിൽ CBIക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കേസിൽ CBIയുടെ അനുബന്ധ കുറ്റപത്രം കോടതി സ്വീകരിച്ചില്ല. തലശ്ശേരി സെഷൻസ് കോടതിയാണ് കുറ്റപത്രം സ്വീകരിക്കാതിരുന്നത്. കേസ് എറണാകുളം CBI കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവും കോടതി തള്ളിയിരിക്കുന്നു. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. സർക്കാർ 1000 ദിനം എത്തുമ്പോൾ സംസ്ഥാനത്ത് ചിലത് നടക്കുമെന്ന സ്ഥിതി വന്നുവെന്ന് മുഖ്യമന്ത്രി. വികസന രംഗത്ത് വലിയ മാറ്റമുണ്ടായി. നാളെ സർക്കാർ 1000 ദിനം തികയ്ക്കുന്നതിന്റെ ആഘോഷം. പദ്ധതികൾ നാടിന് സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി. ചെയ്യാൻ കഴിയുന്നത് ഇത് പൂർണ്ണമായും തെറ്റായ നടപടിയാണ്, അപലപനീയമായ നടപടിയാണ്. ആ കുറ്റവാളികൾക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നത്. അത് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ കൊലപാതകത്തിൽ പാർട്ടിയുടെ നിലപാട് കൃത്യമായി പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരമൊരു കൊലപാതകം പ്ലാൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും CPIM-നില്ല. അത് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നാടാകെ ഇപ്പോഴത്തെ 2 ജാഥകളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. LDF-ൻ്റെ ജാഥകൾ നടക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ ജാഥ നടക്കുന്ന സമയമാണ്. ആ ദിവസം തന്നെ ഇത്തരമൊരു കാര്യം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ആദ്യാക്ഷരമുള്ള ഒരു കൂട്ടർ സന്നദ്ധമാവും ഇത്തരം ഒരു കാര്യം നടത്താൻ. അല്ല, അതാ ഗൗരവത്തിൽ തന്നെ പാർട്ടി അതിനെ കാണും. അതിൽ ബന്ധമുള്ള ആളുകൾക്ക് നേരെ നിയമ നടപടികൾ മാത്രമായിരിക്കില്ല എന്നും അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കർക്കശമായി പാർട്ടി നിലപാടുകൾ സ്വീകരിക്കും അത്തരമൊരു കാര്യത്തിൽ. കാസർഗോഡ് കൊലപാതകത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഷീജ ചേരുകയാണ് വിവരങ്ങളുമായി. ഷീജ, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രിയ, പ്രധാനമായും മുഖ്യമന്ത്രി ഇന്ന് നിലവിൽ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട തീരുമാനങ്ങൾ, അതോടൊപ്പം തന്നെ LDF സർക്കാർ, പിണറായി സർക്കാർ വന്നിട്ട് 1000 ദിനം തികയ്ക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ നിലവിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംസ്ഥാനത്ത് വരുത്തി എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെയാണ് കാസർഗോഡ് ഉണ്ടായ കൊലപാതകം സംബന്ധിച്ചുള്ള കാര്യത്തിലും അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇതിൽ VV വസന്തകുമാറിന്റെ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് മന്ത്രിസഭാ യോഗം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ സഹായമായി നൽകാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഭാര്യ ഷീനയുടെ താൽക്കാലിക നിയമനം അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയും തീരുമാനമെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് അത് സർക്കാർ പൂർണ്ണമായും വഹിക്കുന്നതായിരിക്കും. ഇതിനു പുറമെ അവർക്ക് പുതിയ ഒരു വീട് നിർമ്മിച്ചു നൽകാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. മറ്റൊന്ന് 1000 ദിനത്തെ നേട്ടങ്ങൾ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ചും 1000 ദിവസം കൊണ്ട് ഈ സർക്കാർ 1000 ദിനം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ 1000 ദിനത്തിന് മുന്നേ എന്ത് സാഹചര്യമായിരുന്നോ അതിൽ നിന്ന് വലിയ മാറ്റം വരുത്താൻ സാധിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ദേശീയപാത വികസനം, ഗെയിൽ, കൂടംകുളം തുടങ്ങിയ പദ്ധതികൾ അത് ഒരു തരത്തിലും നടപ്പാക്കില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടപ്പായി തുടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആത്മവിശ്വാസം അത് വലിയ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം അത് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു കൂടിയാലോചന നടത്തണം. അത്തരത്തിൽ ഒരു യോഗം അത് ഉടൻ വിളിച്ചു ചേർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം പരിശോധിക്കുമ്പോൾ 131.6 കോടി നഷ്ടത്തിലായിരുന്നത് 160 കോടിയുടെ ലാഭത്തിലാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ച കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതോടൊപ്പം തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനു പുറമെ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത് കാസർഗോഡ് കൊലപാതകവുമായി ബന്ധപ്പെട്ടായിരുന്നു.
ഇത്തരത്തിൽ ഒരു സംഭവം അത് ഒരിക്കലും ക്രമസമാധാന നില സംസ്ഥാനത്തിന്റെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. അത് ഭദ്രം തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ മികച്ച ക്രമസമാധാനം തന്നെയാണ് സംസ്ഥാനത്തുള്ളത് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ കാസർഗോഡ് സംഭവത്തിൽ അത് അത്യന്തം നിർഭാഗ്യകരമാണ്. ഈ ഒരു വിഷയത്തിൽ സർക്കാർ കർശന നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള നിർദ്ദേശം തന്നെയാണ് സർക്കാർ താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ CPIM-ന് ഈ ഒരു കൊലപാതകവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കിയത്. കാരണം അത്തരത്തിൽ ഒരു കൊലപാതകം നടത്തേണ്ട ഒരു സാഹചര്യം അത് ഒരിക്കലും ഈ ഒരു ഘട്ടത്തിൽ നിലവിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തേണ്ട ഒരു കാര്യവും പാർട്ടിക്ക് ഇല്ല. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ സംഭവം അപലപനീയം തന്നെയാണ്. ഇതിൽ കർശനമായ രീതിയിൽ നടപടിയെടുത്ത് തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നതായിരിക്കും. അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്ന ഒരു പാർട്ടിയല്ല CPIM എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു തരത്തിലും ജനങ്ങളെ അണിനിരത്തിയാണ് എന്നും CPIM മുന്നോട്ട് പോയിട്ടുള്ളത് എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വ്യക്തമാക്കി. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കൊലപാതകവുമായി CPIM-ന് ബന്ധമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടിയുടെ അറിവോടുകൂടി അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രതികൾ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കോടിയേരി. പ്രതികൾ ആരായിരുന്നാലും അവരെ പോലീസ് കണ്ടെത്തണം. ഇത് CPM ആയാലും കണ്ടെത്തണം, ഏത് പാർട്ടിക്കാരായാലും കണ്ടെത്തണം. ഏത് പാർട്ടിക്കാരായാലും അവരോട് നേരെ കർശനമായ നിലപാട് സ്വീകരിക്കുകയും വേണം. CPM ആണെങ്കിൽ തന്നെ യാതൊരുവിധ ദാക്ഷിണ്യവും കാണിക്കേണ്ടതില്ല. ഏത് പാർട്ടിയാണെന്ന് നോക്കേണ്ടതില്ല. പ്രതികളാണോ ആ പ്രതികളെ നിയമത്തിന് മുമ്പിൽ എത്തിക്കുക, അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അത്തരം നിലപാടുകൾ അവിടെ കാസർഗോഡ് പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ അറിവോടുകൂടി അവിടെ സംഭവം നടന്നിട്ടില്ല. പാർട്ടി പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത്തരം സംഭവങ്ങളൊന്നും നടത്താൻ പാടില്ലെന്നാണ്. ആ പാർട്ടി നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് നടന്ന ഈ സംഭവത്തിൽ ഏതെങ്കിലും പാർട്ടിക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പാർട്ടി വെച്ച് പൊറുപ്പിക്കുകയില്ല. ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരക്കാർക്ക് CPM-ൽ യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. പെരിയ കൊലപാതകത്തെ തുടർന്ന് വ്യാപകമായ ആക്രമണം. കോൺഗ്രസ് ആക്രമണത്തിൽ CPIM സ്ഥാപനങ്ങളും പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വീടുകൾ, കടകൾ, വാഹനങ്ങൾ എന്നിവയ്ക്കും നേരെ ആക്രമണം. വിലാപയാത്രയിൽ പങ്കെടുത്തവരിൽ ഒരു വിഭാഗമാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. കല്യോട്ട് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട ഞായറാഴ്ച തന്നെ ആക്രമണവും ആരംഭിച്ചിരുന്നു. അന്ന് രാത്രി തന്നെ പെരിയയിലെ AKG മന്ദിരത്തിന് നേരെ ആക്രമണമുണ്ടായി. ഇതേ ഓഫീസ് തന്നെ വിലാപയാത്ര കടന്നു പോകുന്നതിനിടയിൽ കോൺഗ്രസുകാർ വീണ്ടും ആക്രമിച്ച് തീയിട്ടു. ഗ്രന്ഥാലയത്തിലെ പുസ്തകങ്ങൾ, ഫർണിച്ചർ തുടങ്ങിയവ അഗ്നിക്കിരയാക്കി. സമീപത്തെ റെഡ് സ്റ്റാർ ക്ലബ്, വനിതാ സഹകരണ സംഘം ഓഫീസ്, ദിനേശ് ബിഡി സൊസൈറ്റി കെട്ടിടം എന്നിവയ്ക്കു നേരെയും ആക്രമണമുണ്ടായി. പെരിയയിലെയും കല്യോട്ടെയും CPIM അനുഭാവികളുടെ വീടുകൾ, കടകൾ എന്നിവയ്ക്കു നേരെയും ആക്രമണമുണ്ടായി. കടകൾ തീയിട്ട് നശിപ്പിച്ചു. നിരവധി വാഹനങ്ങൾ അക്രമികൾ തല്ലി തകർത്തു. വിലാപയാത്രയ്ക്കിടയിലായതിനാൽ അക്രമികളെ നിയന്ത്രിക്കുന്നതിൽ പോലീസിനും പരിമിതികളുണ്ടായി. ആക്രമണങ്ങൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആക്രമണങ്ങളിൽ പങ്കെടുത്തവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഇവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തീവ്രവാദികൾക്ക് അന്ത്യശാസനം നൽകിയ സൈന്യം. കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക. പുൽവാമ സ്ഫോടനം നടന്ന് 100 മണിക്കൂറിനുള്ളിൽ കശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് നേതൃത്വത്തെ ഉന്മൂലനം ചെയ്തുവെന്നും സൈന്യം ശ്രീനഗറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം നിലവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. കരസേന, CRPF, കാശ്മീർ പോലീസ് സംയുക്തമായാണ് ശ്രീനഗറിൽ വാർത്താ സമ്മേളനം നടത്തിയത്. പുൽവാമ സ്ഫോടനത്തിന്റെ ആസൂത്രണം നടന്നത് പാകിസ്ഥാനിൽ. പാക് ആർമിയുടെയും ചാരസംഘടനയായ ISIയുടെയും പുത്രനാണ് ജെയ്ഷ മുഹമ്മദ്. പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷയുടെ നേതൃനിരയെ പുൽവാമ സ്ഫോടനം കഴിഞ്ഞ് 100 മണിക്കൂറിനുള്ളിൽ ഉന്മൂലനം ചെയ്തുവെന്ന് ചിനാർ കോപ്സ് കമാൻഡർ KJS ഡിലോൺ അറിയിച്ചു. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന മറ്റു തീവ്രവാദികൾക്കും സൈന്യം അന്ത്യശാസനം നൽകി. തോക്കുവെച്ച് കീഴടങ്ങുക, ഇല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക. സൈന്യത്തിനു നേരെ തോക്കെടുക്കുന്ന എല്ലാവരെയും ഇല്ലായ്മ ചെയ്യും. പ്രിയപ്പെട്ടവരോട് കീഴടങ്ങാൻ കുടുംബങ്ങൾ ആവശ്യപ്പെടണം. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകില്ലെന്നും കോപ്സ് കമാൻഡർ വ്യക്തമാക്കി. That in less than 100 hours we eliminated the JM leadership in the valley which was being handled by
JM from Pakistan. All the mothers of Kashmir to please request their sons who have joined terrorism to surrender and get back to the mainstream. Anyone who has picked up gun in Kashmir will be eliminated. തീവ്രവാദ സംഘടനകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വർദ്ധിക്കുന്നുവെന്ന് കാശ്മീർ SP അറിയിച്ചു. ഇവരെക്കുറിച്ച് കൃത്യമായ വിവരമുണ്ട്. കനത്ത നടപടികൾ തന്നെ പോലീസ് കൈക്കൊള്ളും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കാശ്മീർ വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന അക്രമത്തെ CRPF അപലപിച്ചു. അതേസമയം പുൽവാമ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF കേരള സംരക്ഷണ വടക്കൻ മേഖലാ യാത്രയ്ക്ക് ഇന്ന് കണ്ണൂർ ജില്ലയിൽ 4 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. മമ്പറം പാലത്തിന് സമീപത്തു നിന്നും LDF നേതാക്കളും പ്രവർത്തകരും ചേർന്ന് യാത്രയെ സ്വീകരിക്കും. വിവരങ്ങളുമായി സ്വാലിക് ചേരുകയാണ്. സ്വാലിക്, ഇന്ന് യാത്ര കടന്നുപോകുന്ന വീഥികൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് സ്വീകരണം? പ്രിയ, കർഷക സമരങ്ങളുടെയും തൊഴിലാളി മുന്നേറ്റത്തിന്റെയും എല്ലാം ചരിത്രമുറങ്ങുന്ന കണ്ണൂരിൽ വലിയ ആവേശമാണ് വടക്കൻ മേഖല ജാഥയ്ക്കുള്ളത്. ഇന്ന് ആയിരങ്ങളാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ 11 മണിയോടെ മാമ്പറം പാലത്തിന് സമീപത്ത് LDF നേതാക്കൾ ജാഥയെ സ്വീകരിച്ചു. അതിനുശേഷം ആദ്യ സ്വീകരണ യോഗം സമാപിച്ചിരിക്കുന്നു. ഇനി 3 മണിക്ക് കണ്ണൂർ പാനൂരിലാണ് സ്വീകരണ കേന്ദ്രം. അതിനുശേഷം തലശ്ശേരി ഇന്ന് വൈകിട്ട് കണ്ണൂരിൽ സമാപിക്കും. നാളെ രാവിലെ ഇരിട്ടിയിൽ ഒരു സ്വീകരണ കേന്ദ്രം കൂടി കണ്ണൂർ ജില്ലയിലുണ്ട്. അതിനുശേഷം വയനാട് ജില്ലയിലേക്ക് കടക്കും. വലിയ ജനത്തിരക്കാണ്, ആൾക്കൂട്ടമാണ് ജാഥയിലുടനീളം നമുക്ക് കാണാനായത്. മാമ്പറം പാലത്തിന് സമീപത്ത് വെച്ച് LDF നേതാക്കളാണ് ജാഥയെ സ്വീകരിച്ചത്. ജാഥാംഗങ്ങളായ MV ഗോവിന്ദൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് P വസന്തം, TK നാണു MLA, അഡ്വക്കേറ്റ് ബാബു കാർത്തികേയൻ, CR വത്സൻ, AP അബ്ദുൽ വഹാബ്, AJ ജോസഫ്, ഷേഖ് P ഹാരിസ് തുടങ്ങി വിവിധ ഘടക കക്ഷികളുടെ എല്ലാം പ്രതിനിധികൾ ജാഥയിലുണ്ട്. അതോടൊപ്പം തന്നെ കാനം രാജേന്ദ്രൻ പ്രധാനമായി പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നിലപാടുകൾക്കെതിരെയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ അപലപനീയമാണ്. സംസ്ഥാനത്തിനുള്ള സഹായങ്ങൾ മുടക്കുകയാണ് മോഡി സർക്കാർ ചെയ്യുന്നത്. ഇതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ രോഷമുയരണം, സമ്മർദ്ദമുണ്ടാവണം. ശബരിമല വിഷയത്തിൽ ഇതോടെ ഇടതുപക്ഷം ഇല്ലാതാവുമെന്നാണ് പലരും കണക്കുകൂട്ടിയത്. അവർ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ സാമ്പിൾ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം ഫലം ശ്രദ്ധിച്ചു കാണുമെന്ന് കാനം ഓർമ്മിപ്പിച്ചു. ഈ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷം ഇല്ലാതാവുമെന്ന് കണക്ക് കൂട്ടിയവർ ഇപ്പോൾ എവിടെയാണ് എന്ന് അദ്ദേഹം ചോദിച്ചു. അതോടൊപ്പം സർക്കാരിന്റെ നേട്ടങ്ങൾ ഓരോന്ന് എണ്ണി പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായത്. പ്രിയ, ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. കോടിയേരി നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ കൊല്ലം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. രാജ്കുമാർ ചേരുന്ന വിവരങ്ങളുമായി. രാജ്കുമാർ, കൊല്ലം ജില്ലയിൽ പര്യടനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? രാവിലെ QAC കൊല്ലം അത്ലറ്റിക് ക്ലബ്ബ് മൈതാനത്ത് കൊല്ലം രവിപുരം മണ്ഡലത്തിലെ പ്രവർത്തകർ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം നൽകി. തുടർന്ന് വൻ ബൈക്ക് റാലിയുടെ അകമ്പടിയോടുകൂടി കരുനാഗപ്പള്ളിയിലും വലിയ സ്വീകരണമാണ് നൽകിയത്. തുടർന്ന് അദ്ദേഹം സംസാരിച്ചത് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ഒപ്പം ഒരു കാര്യം അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമായി മാറാൻ പോകുന്നു എന്നുള്ള സന്ദേശമാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. തുടർന്ന് ഇതിൽ ഈ ശുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്ന നിലപാടുകളെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ CBIക്ക് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അസത്യം പ്രചരിപ്പിക്കുന്നതിനെതിരെയുള്ള ഇതിനെ ഒരു പരാമർശമായി നമുക്ക് കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശരി, വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. ഇടവേള. കളമശ്ശേരിയിൽ ബാങ്ക് വായ്പാ കുടിശ്ശികയുടെ പേരിൽ പ്രീത ഷാജിയുടെ വീടും സ്ഥലവും ലേലം ചെയ്ത സ്വകാര്യ ബാങ്കിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ബാങ്കിന് പ്രീത ഷാജി 43,51,000 രൂപ അടയ്ക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 2,70,00,000 രൂപ കുടിശ്ശിക ഉണ്ടെന്നായിരുന്നു ബാങ്കിന്റെ നിലപാട്. ലേലം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയ കോടതി സംഭവത്തിൽ നിയമനിഷേധം ഉണ്ടായതായും വിലയിരുത്തി. ബന്ധുവിന് 2 ലക്ഷം രൂപ ബാങ്ക് വായ്പ എടുക്കാൻ ജാമ്യം നിന്നതിന്റെ പേരിലായിരുന്നു പ്രീത ഷാജിയുടെ
കോടികൾ വിലമതിക്കുന്ന വീടും സ്ഥലവും സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്തത്. ലേല നടപടികളിൽ നിയമം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭർത്താവ് ഷാജി സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ അനുകൂല കോടതി വിധിയുണ്ടായത്. ആദായ നികുതി നിയമത്തിലെ ചട്ടം 68B ബാങ്ക് അധികൃതർ ലംഘിച്ചതായി കോടതി കണ്ടെത്തി. 2009 നിയമപ്രകാരം നടപടികൾ പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ 2014 വരെ നടപടിക്രമങ്ങൾ വലിച്ചു നീട്ടിയ ബാങ്ക് ഹർജിക്കാരനെ കടക്കണിയിലാക്കി. ഇത് നിയമവിരുദ്ധവും നീതി നിഷേധവുമാണ്. 2009 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ അടയ്ക്കേണ്ട തുകയായ 43,51,000 രൂപ പ്രീത ഷാജി ബാങ്കിൽ അടച്ചാൽ മതിയാകും. 2,70,00,000 രൂപ അടയ്ക്കണമെന്നായിരുന്നു ബാങ്കിന്റെ ആവശ്യം. ഇത് കോടതി അംഗീകരിച്ചില്ല. കോടതി ഉത്തരവ് സ്വാഗതം ചെയ്യുന്നതായി പ്രീത ഷാജി പറഞ്ഞു. പ്രീത ഷാജിക്കെതിരായ എല്ലാ മുന്നുത്തരവുകളും ഹൈക്കോടതി റദ്ദാക്കി. പ്രീത ഷാജിയെയും കുടുംബത്തെയും വീട്ടിൽ നിന്നും കുടിയിറക്കാൻ ബാങ്ക് അധികൃതർ നടത്തിയ നീക്കം വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബിഷപ്പ് ഫ്രാങ്കോ പ്രതിയായ പീഡന കേസിലെ മുഖ്യസാക്ഷിയെ മഠത്തിൽ തടങ്കലിൽ വെച്ചുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. മൂവാറ്റുപുഴ വാഴപ്പിള്ളി ജീവജ്യോതി മഠം അധികൃതർക്കെതിരെയാണ് കേസ്. പരാതിയെ തുടർന്ന് പോലീസ് മഠത്തിലെത്തി ഇന്നലെ കന്യാസ്ത്രീയെ മോചിപ്പിച്ചിരുന്നു. ഇടുക്കി രാജാക്കാട് സ്വദേശിനി ലിസി കുര്യൻ എന്ന കന്യാസ്ത്രീയെ മഠം അധികൃതർ തടങ്കലിൽ വെച്ച് പീഡിപ്പിക്കുന്നുവെന്ന പരാതിയുമായി സഹോദരനാണ് പോലീസിനെ സമീപിച്ചത്. ഇതിനെ തുടർന്ന് ഇന്നലെ മഠത്തിലെത്തിയ പോലീസ് കന്യാസ്ത്രീയെ മോചിപ്പിച്ച് മജിസ്ട്രേറ്റിന് മുമ്പായി ഹാജരാക്കിയിരുന്നു. തന്നെ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചുവെന്ന് കന്യാസ്ത്രീ മൊഴി നൽകി. ഇതിനെ തുടർന്നാണ് പോലീസ് മഠം അധികൃതർക്കെതിരെ കേസെടുത്തത്. തന്നെ ബിഷപ്പ് ഫ്രാങ്കോ പീഡിപ്പിച്ചതായി പീഡനത്തിന് ഇരയായ കന്യാസ്ത്രീ ആദ്യം പറഞ്ഞത് സഹപ്രവർത്തകയായ സിസ്റ്റർ ലിസിയോടായിരുന്നു. ബിഷപ്പിനെതിരെ സിസ്റ്റർ ലിസി പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. ഇതിലുള്ള വൈരാഗ്യം മൂലമാണ് തടങ്കലിൽ വെച്ചതെന്നും പരാതിയിലുണ്ട്. മൊഴി നൽകിയ ശേഷം തന്നെ വിജയവാഡയ്ക്ക് കൊണ്ടുപോയതായി കന്യാസ്ത്രീ മൂവാറ്റുപുഴ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. പിന്നീട് മൂവാറ്റുപുഴയിൽ തിരിച്ചെത്തിയ കന്യാസ്ത്രീയെക്കുറിച്ച് വിവരമൊന്നുമില്ലെന്നായിരുന്നു സഹോദരന്റെ പരാതി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. KSRTC എംപാനൽഡ് ജീവനക്കാരി സെക്രട്ടേറിയറ്റിന് മുന്നിലെ മരത്തിൽ കയറി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ആലപ്പുഴ സ്വദേശിനി ഡിനിയയാണ് കഴുത്തിൽ ഷോൾ മുറുക്കി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. 2 കുട്ടികളുടെ അമ്മയായ ഡിനിയയുടെ ഭർത്താവ് 6 മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഡിനിയയ്ക്ക് ജോലി കൂടി നഷ്ടമായതോടെ ജീവിതം ദുരിതപൂർവ്വമായി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തൽ കഴിഞ്ഞ ദിവസം നഗരസഭ നീക്കം ചെയ്തിരുന്നു. ഇതാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കാനുണ്ടായ പ്രകോപനത്തിന് കാരണം. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് ഏറെ നേരത്തിനു ശേഷം ഡിനിയയെ താഴെ ഇറക്കി. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ഡിനിയയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി.